വിളിക്കപ്പെട്ടവർക്കൊക്കെയും അവന്റെ നിയോഗ വഴിയിലൂടെ നടക്കാതിരിക്കാനാവില്ല. അവന്റെ നിയോഗ വഴിയിലൂടെ നടന്ന യേശുവിന്റെ 12 സ്ലീഹന്മാരിൽ ഒരുവനാണ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ തോമ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുകയായിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണിയുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കുകയായിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു ഒരിക്കൽ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെ യേശുവിന്റെ ആഹ്വാനപ്രകാരം ശിഷ്യരെല്ലാം സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യവുമായി ലോകമെമ്പാടും ഇറങ്ങിത്തിരിച്ചു. AD 52 ജെറുസലേമിൽ നിന്നും അദ്ദേഹം ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ ഈ ശിഷ്യൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ഒരുപാട് പേർക്ക് മാമോദീസ നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ, ഓകമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം തുടങ്ങിയവയാണ് ആ 7 പള്ളികൾ. 7 പള്ളികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. തിരുവിതാംകോട് പള്ളിയാണ് ഈ അരപ്പള്ളി. തോമാശ്ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. മലബാറിലുള്ള തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ മൈലാപ്പൂർ എന്ന പ്രദേശത്തേക്ക്
പലായനം ചെയ്തു. അവിടെ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മൂലം ക്രിസ്തു സമൂഹം വളർന്നു പന്തലിക്കുന്നതിൽ അസൂയ തോന്നിയ പ്രമാണികർ അദ്ദേഹത്തെ മരണപ്പെടുത്താനുള്ള ഉപായം തേടി. ഇവരിൽ നിന്നും രക്ഷ നേടുന്നതിനായി അദ്ദേഹം ഒരു ഗുഹയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. എന്നാൽ ശത്രുക്കൾ സ്ലീഹായെ പിന്തുടരുന്നുണ്ടായിരുന്നു. AD 72 ജൂലൈ 3 പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്ന സ്ലീഹായെ ശത്രുക്കൾ പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന ഒറ്റ വാചകത്തിലൂടെ ക്രിസ്തു ശിഷ്യർക്കിടയിൽ ധീരതയുടെ പര്യായമായി തീർന്ന വിശുദ്ധ വ്യക്തിത്വമാണ് മാർ തോമാസ് ലീഹ. തോമാസ് ലീഹായെ പോലെ നമുക്കും നമ്മുടെ വിശ്വാസം കാത്തു സംരക്ഷിക്കാം.